ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെറും ഒരു ഇലക്ട്രിക് കാറല്ല, മറിച്ച് ഇന്ത്യൻ റോഡുകളെ ഭരിക്കാനെത്തിയ ബോൺ ഇലക്ട്രിക്. മഹീന്ദ്രയുടെ പുതുപുത്തൻ ഇംഗ്ലോ ആർക്കിടെക്ചറിൽ പിറവിയെടുത്ത അത്യാധുനിക സൗകര്യങ്ങളുള്ള XUV9S. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മഹീന്ദ്രയുടെ ഐസ് എഞ്ചിൻ വെഹിക്കിളായിട്ടുള്ള XUV7XOൻ്റെ ഇലക്ട്രിക് വേർഷൻ അല്ലേ എന്നുള്ളത് തോന്നിപ്പോകും. കാരണം ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള പ്ലാറ്റ്ഫോം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു ബോൺ ഇലക്ട്രിക് ആയിട്ടുള്ള വേറൊരു വണ്ടി തന്നെയാണ്. കുടുംബത്തോടൊപ്പം രാജകീയമായി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കംപ്ലീറ്റ് 7 സീറ്റർ ഇലക്ട്രിക് SUV. ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. റോഡിലെ കുഴികൾ ഡ്രൈവർ പോലും അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഇൻ്റലിജൻറ്റ് അഡാപ്റ്റീവ് സസ്പെൻഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ പിന്നിൽ ഫയലിംഗ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും മുന്നിൽ ഐലിംഗ് ഫ്രണ്ട് സസ്പെൻഷനും ഉള്ളതുകൊണ്ട് ഹൈ സ്പീഡിലും വളവുകളിലും വണ്ടിക്ക് മികച്ച സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. ബാറ്ററി ടെക്നോളജി അഡ്വാൻസ്ഡ് BYD LFP ബാറ്ററി ടെക്നോളജി തന്നെയാണ് ഈ വണ്ടിയിലും മഹീന്ദ്ര ഉപയോഗിച്ചിട്ടുള്ളത്. 3 ബാറ്ററി വേരിയൻസിലാണ് ഈ വണ്ടി വരുന്നത്. 59 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിൽ മോട്ടോർ പവർ വരുന്നത് 170 കിലോവാട്ട് ആണെങ്കിൽ ഈ വണ്ടിയുടെ IDC റേഞ്ച് പറയുന്നത് 521 കിലോമീറ്റർ ആണ്. 70 കിലോവാട്ട് വരുന്ന ബാറ്ററി പാക്കിൽ മോട്ടോർ പവർ വരുന്നത് 180 കിലോവാട്ട് ആണെങ്കിൽ അതിൻ്റെ IDC റേഞ്ച് പറയുന്നത് 600 കിലോമീറ്റർ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള 79 കിലോവാട്ട് വരുന്ന ബാറ്ററി പാക്കിൽ മോട്ടോർ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 210 കിലോവാട്ട് ആണെങ്കിൽ റേഞ്ച് പറയുന്നത് 679 കിലോമീറ്റർ ആണ്. 3 വേരിയൻറ്റുകളിലും ടോർക്ക് സെയിം ആണ്, 350 Nm ആണ്. സാങ്കേതിക വിദ്യയിൽ മഹീന്ദ്ര ഒട്ടും വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. ഇതിലെ ഹൈപ്പർ സ്റ്റിയറിംഗ് വിത്ത് VGR വേരിയബിൾ ഗിയർ റേഷ്യോ ടെക്നോളജി ശ്രദ്ധേയമാണ്. കുറഞ്ഞ വേഗതയിൽ സ്റ്റിയറിംഗ് വളരെ ലൈറ്റായും ഹൈ സ്പീഡിൽ കൃത്യമായ നിയന്ത്രണവും ഇത് നൽകുന്നു. അതുപോലെ ബ്രേക്ക് ബൈ വയർ വിത്ത് IEH സിസ്റ്റം. മെക്കാനിക്കൽ ലിങ്കിങ്ങിന് പകരം ഇലക്ട്രോണിക് സിഗ്നലുകൾ വഴിയാണ് ബ്രേക്ക് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലും കൃത്യതയോടെയും വണ്ടിയെ നമുക്ക് നിർത്താൻ ഈ സിസ്റ്റം സഹായിക്കുന്നു. അകത്തേക്ക് കയറിയാൽ നിങ്ങളെ വരവേൽക്കാൻ മായയുണ്ട്. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയൊന്നുമല്ല, മഹീന്ദ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർക്കിടെക്ചർ. വണ്ടിയുടെ ഉള്ളിലെ പ്രധാന ആകർഷണം 31.24 സെൻറ്റിമീറ്റർ വീതമുള്ള 3 കണക്റ്റഡ് സ്ക്രീനുകളാണ്. ചുരുക്കത്തിൽ വണ്ടിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. സീറ്റുകൾ സ്ലൈഡിങ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളായതുകൊണ്ട് തന്നെ മുൻഭാഗത്തുള്ള സീറ്റുകൾ ഈ ബോസ് മോഡ് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഒരു ബട്ടണിലൂടെ ഫ്രണ്ടിലോട്ട് നീക്കാനും സാധിക്കുന്നതാണ്. വണ്ടിയുടെ ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വണ്ടിയിലെ മ്യൂസിക് സിസ്റ്റം ഡോൾബി അറ്റ്മോസ് ഉള്ള 16 സ്പീക്കർ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റമാണ്. കൂടാതെ ഓപ്പണബിൾ പനോറമിക് സൺറൂഫും കൊടുത്തിട്ടുണ്ട്. സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും XUV9S ക്യാമനാണ്. 527 ലിറ്റർ ബൂട്ട് സ്പേസും മുൻവശത്താകട്ടെ ഫ്രണ്ട് സ്പേസ് വരുന്നത് 150 ലിറ്ററാണ്. സുരക്ഷയ്ക്കായി ADAS ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. പാർക്കിംഗ് എളുപ്പമാക്കാൻ ഓട്ടോ പാർക്കിംഗ് സിസ്റ്റവും നൽകിയിട്ടുണ്ട്. 4737 മില്ലിമീറ്റർ നീളവും 1900 മില്ലിമീറ്റർ വീതിയുമുള്ള ഈ വണ്ടിക്ക് 205 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഉള്ളത്. 18 ഇഞ്ചിൻ്റെ അലോയ് വീലുകളും ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സും നൽകിയിട്ടുണ്ട്. ഇനി ചാർജിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ AC ചാർജിങ് ഈ വണ്ടിയിൽ 11.2 കിലോവാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് 11.2 കിലോവാട്ട് വരുന്ന ഈ AC ഫാസ്റ്റ് ചാർജർ കൊണ്ട് ഈ വണ്ടി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ കുറഞ്ഞ ബാറ്ററി വേരിയൻറ്റ് ഏകദേശം ഒരു 6 മണിക്കൂർ കൊണ്ടും ഇതിലെ വലിയ ബാറ്ററി പാക്ക് വരുന്ന വണ്ടി ഏകദേശം ഒരു 11 മണിക്കൂർ കൊണ്ടും ഫുൾ ചാർജ് ആവുന്നതാണ്. 150 കിലോവാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജിങ് വരെ ഈ വണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് വെറും 20 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഏത് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ചാർജിങ് സ്റ്റേഷനിൽ നിന്നും ചാർജ് ചെയ്ത് ഫുള്ളാക്കി എടുക്കാവുന്നതാണ്. എല്ലാത്തിലുപരി മഹീന്ദ്ര നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ഇതിലെ HV ബാറ്ററിയിലേക്കുള്ള ലൈഫ് ടൈം വാറണ്ടി. ശരിക്കും ഈ അൺലിമിറ്റഡ് വാറണ്ടി എന്നുള്ളത് കമ്പനികളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ? മഹീന്ദ്രയുടെ വാറണ്ടി ആൻഡ് സർവീസ് ഗൈഡ് എന്ന് പറയുന്ന ബുക്കിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ 23ാമത്തെ പേജിൽ ബാറ്ററിയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. 4 തവണ നമ്മൾ DC ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിർബന്ധമായിട്ടും സ്ലോ ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫുൾ ചാർജ് ചെയ്തിരിക്കണം. അതെന്തായാലും നമ്മൾ കീപ്പ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഇവന്മാർ ബാറ്ററിയുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ചെന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഈ കാര്യങ്ങൾ എടുത്തിടും എന്നുള്ളത് കൺഫേമാണ്. നിരന്തരമായി വണ്ടി ചാർജ് ഡിസ്ചാർജ് ചെയ്ത് 5%ലോട്ട് എത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് 0%ലോട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന്, അതായത് 24 അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചാർജ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വണ്ടി ഉപയോഗിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ചാർജ് ഡീപ്പ് ഡിസ്ചാർജിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു 30 to 40% എന്നുള്ള ചാർജിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. ഒട്ടും വണ്ടി നമ്മൾ ഉപയോഗിക്കാതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈ വോൾട്ടേജ് ബാറ്ററി വണ്ടിയിൽ നിന്നും വേറെടുത്ത് വെക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി പറയുന്നത് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് രീതിയാണ്. നമ്മുടെ വണ്ടി 3 വർഷമോ അല്ലെങ്കിൽ 60,000 കിലോമീറ്ററോ
ഇതവർ നോക്കിയിട്ട് അതിൽ വണ്ടിയിൽ 85% ബാറ്ററി ഹെൽത്ത് താഴെ പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. താഴെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 85% ബാറ്ററി ഹെൽത്തിന് മുകളിൽ നമ്മുടെ ബാറ്ററി ആക്കിയിട്ട് അവർ സെറ്റപ്പ് ചെയ്ത് തരും. പിന്നീട് 3 വർഷം മുതൽ 7 വർഷം വരെ അല്ലെങ്കിൽ 1,40,000 കിലോമീറ്റർ വരെ SOH ലെവൽ 75% താഴെ പോയിട്ടുണ്ടോ അവർ ചെക്ക് ചെയ്യും. ഒരു സർവീസ് പീരീഡിലായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ഇതിൻ്റെ താഴെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററി 75%-ൻ്റെ മുകളിലുള്ള ബാറ്ററി ഹെൽത്തിലോട്ട് സെറ്റപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ 7 വർഷം മുതൽ 15 വർഷത്തിൻ്റെ ഉള്ളിൽ, അതല്ലാതെ അവർ 2 ലക്ഷം കിലോമീറ്റർ എന്നുള്ളൊരു എൻഡ് പോയിൻ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഹെൽത്ത് 70%-ന് താഴെ പോയിട്ടുണ്ടെങ്കിൽ അതും ഈ സർവീസ് പീരീഡിൻ്റെ ഉള്ളിൽ അവർ 70%-ന് മുകളിലോട്ട് സെറ്റപ്പ് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് ഓണറാണ് നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ കൈമാറി വണ്ടി വിറ്റുപോയി, അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ വാറണ്ടിയിൽ പോളിസി ഒരുപാട് മാറ്റമുണ്ട്. അതായത് ഈ 15 വർഷം എന്നുള്ളതൊക്കെ വെട്ടിച്ചുരുക്കി ഒരു 10 വർഷം എന്നുള്ള ലെവലിലൊക്കെ വാറണ്ടിയായി മാറുന്നതായിരിക്കും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ അൺലിമിറ്റഡ് വാറണ്ടി എന്നുള്ള കാര്യം കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് മഹീന്ദ്ര അവരുടെ വണ്ടികളൊക്കെ സെയിൽസ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാറ്ററിയുടെ ഭാഗത്തേക്കാണ് ഈ അൺലിമിറ്റഡ് വാറണ്ടി അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്നാൽ വണ്ടിക്കൊരു സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട്. അത് ഇത്രയും അൺലിമിറ്റഡ് ആയിട്ടൊന്നും കൊടുക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് സെൻസേഴ്സും പാർട്സും ഉള്ളതാണ് ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ പോലും. എന്തോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊന്നും അവരുടെ പരസ്യങ്ങളിലും ബ്രൗഷറിലും ഒന്നും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അവരോട് വിശദമായിട്ട് ഈ കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. ഈ വണ്ടിയുടെ ബേസ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21 ലക്ഷം രൂപ മുതലാണ്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഏകദേശം 35 ലക്ഷം രൂപയുടെ മുകളിലൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫസി മുഹമ്മദ്.